ഇന്ത്യയിൽ ആകെ മൊത്തം നികുതി വരുമാനത്തിൻ്റെ ഏതാണ്ട് 70% യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്കാണ് വരുന്നത്. എന്നുവെച്ചാൽ താങ്കളുടെ ഭാഷയിൽ മോദി സർക്കാർ എന്ന് വെച്ചോ. മൊത്തം നികുതി വരുമാനത്തിൻ്റെ 70% ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക്, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക്. എന്നാൽ ഈ ഇന്ത്യ എന്ന ഈ വലിയ രാഷ്ട്രത്തിലെ 28 സംസ്ഥാനങ്ങൾ ഇപ്പോൾ ഉള്ളതും യൂണിയൻ ടെറിട്ടറികൾ ഒക്കെ ചേർന്നിട്ടുള്ള ഇവിടെ ചെലവിൻ്റേതായിട്ടുള്ള ഏതാണ്ട് 68% സംസ്ഥാനങ്ങളാണ് നിർവഹിക്കേണ്ടത്. എന്ന് വെച്ചാൽ ഏതാണ്ട് 70%. പച്ച മലയാളത്തിലൊരു ചൊല്ലുണ്ട്, അടിയെല്ലാം ചെണ്ടയ്ക്കും പണമെല്ലാം മാരാർക്കും എന്നുള്ളതുപോലെ. ഇവിടെ ഇതെല്ലാം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വരും. നന്ദുവിൻ്റെ, എൻ്റെ ചങ്ങാതിയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇതെല്ലാം ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങോട്ടേക്ക് നൽകുന്നതാണ്, ഇന്ത്യ ഗവൺമെൻറ് ഇങ്ങോട്ടേക്ക് നൽകുന്നതാണ് എന്ന്. എവിടെ നിന്നാണ് ചങ്ങാതി പണം പോണത്? നമ്മൾ ഉൾപ്പെടെ ഉള്ളവരിൽ നിന്നാണ് പണം പോകുന്നത്. ഞാൻ ഈ പേന വാങ്ങിയപ്പോൾ, ശ്രീ ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കുള്ള മരുന്ന് വാങ്ങിയപ്പോൾ, നന്ദു ഷർട്ട് വാങ്ങിയപ്പോൾ, തൗഫീഖ് ഒരു മുണ്ട് വാങ്ങിയപ്പോൾ, ഈ അജിംഷാദ് അത്തരത്തിലൊരു മൊബൈൽ വാങ്ങിയപ്പോൾ ഇതിനെല്ലാം നികുതി ഉണ്ട് എന്നുള്ളത്, എല്ലാത്തിൻ്റെയും നികുതിയിൽ GST ആയി ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് ചെല്ലുന്നത് 70% അത്തരത്തിൽ നികുതി കയ്യിലേക്ക് കിട്ടുകയും ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് വരുന്ന നികുതി പണത്തിൻ്റെ 55% വീതം വെച്ച് സംസ്ഥാന സർക്കാരുകൾക്ക് നൽകണം എന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന വേളയിൽ, ഞാനെന്ന് ലോക്സഭാംഗമാണ്, അദ്ദേഹം അത്തരത്തിൽ ഉച്ചൈസ്തരം ഉദ്ഘോഷിച്ചതുമാണ്. അതിനുശേഷം പ്രധാനമന്ത്രിയായി വന്നു അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഇത് 41% ഡെവല്യൂഷൻ ഇത്തരത്തിൽ ടാക്സസിൻ്റേത് 41% ചുരുങ്ങിയത് വീണ്ടും ചുരുക്കണം എന്നാണ് ആവശ്യപ്പെട്ടത്. ഇക്കഴിഞ്ഞതായിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് അനുസരിച്ചടക്കം ഇത്തരം കാര്യങ്ങൾ സംസ്ഥാനങ്ങൾക്ക് വീതം വെച്ച് നൽകുന്നതായിട്ടുള്ള നികുതി വരുമാനം, ആ നികുതി വരുമാനമല്ലാതെ പിന്നെ എങ്ങനെ കൊടുക്കാം? ഗ്രാൻസ് ഇൻ എയ്ഡായി കൊടുക്കാം. അതിനൊന്നും വേറെ ചോദ്യങ്ങളൊന്നുമില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ചൊരു കാര്യം, ഒറ്റ മിനിറ്റ് എടുത്ത് ഞാൻ നിർത്തുകയാണ്. കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങളുണ്ടായി, പുറത്തുനിന്ന് പണം അത്തരത്തിൽ മലയാളികളും പുറത്തുള്ളവരും എല്ലാം അത്തരത്തിൽ നൽകാനായി സമ്മതിച്ചതും അവർ തയ്യാറായതും അവരുടെ മനുഷ്യത്വപരമായ കാരുണ്യത്തിന് അതിന് നമ്മൾ നന്ദി പറയണം. എന്നാൽ പാടില്ല എന്ന് വിലക്കിയതാരാണ്? ഇന്ത്യ ഗവൺമെൻറ്റല്ലേ. അങ്ങനെ വിലക്കിയ ഇന്ത്യ ഗവൺമെൻറ് തന്നെ ഒരു കാര്യം ആലോചിക്കണം. അതേ പ്രധാനമന്ത്രി ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, ശ്രീ AB വാജ്പേയി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ലോകത്തിലെ രാഷ്ട്രങ്ങളോട് അഭ്യർത്ഥിച്ചു ഗുജറാത്തിനെ സഹായിക്കാനായി മലയാളികളടക്കം വിദേശത്തുള്ളവർ, അതിൽ NRIs അടക്കം അത്തരത്തിൽ അവരടക്കം വിദേശ പൗരന്മാരിൽ നിന്നടക്കം പണം സംഭരിച്ച് ഗുജറാത്തിനായി നൽകി എന്ന കാര്യം മറന്നു പോകരുത്. രാഷ്ട്രീയമല്ല വിഷയം, ജീവനാണ് വിഷയം. മനുഷ്യൻ്റെ ജീവനാണ്, മനുഷ്യൻ്റെ നിലനിൽപ്പാണ്. ഇന്ത്യക്കാരുടെ മുന്നോട്ടുള്ള അവരുടേതായ പുരോഗതി, അത് നിലനിന്നാലേ മുന്നോട്ട് പോകാനായി കഴിയുള്ളൂ. ഇന്നാണ് പ്രശ്നം. ഇവിടെ നമുക്ക് ഇതൊന്നും അനുവദിച്ചില്ല എന്ന് പറയുമ്പോൾ പിന്നീട് മഹാരാഷ്ട്രയ്ക്ക് ചില ദുരന്തങ്ങളുണ്ടായി. മഹാരാഷ്ട്രയ്ക്ക് ആ ദുരന്തങ്ങളുണ്ടായപ്പോൾ കേരളത്തിൻ്റേതായ ന്യായങ്ങളായിരുന്നില്ല. കേരളത്തിനോട് പറഞ്ഞ ന്യായം എന്നുള്ളത് പഴയ ചെന്നായ ആട്ടിൻകുട്ടിയോട് പറഞ്ഞതുപോലെ, നീ അല്ല എങ്കിൽ നിൻ്റെ അപ്പൻ ഈ കുളം കലക്കി, നദി കലക്കി, വെള്ളം കലക്കി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ 2 തരത്തിലുള്ള ന്യായങ്ങളാണ് ഇവർ കണ്ടെത്തുന്നത്. ഇത് ഇരട്ടത്താപ്പാണ്. ഈ കേരളത്തോടുള്ള അവഗണന എന്നുള്ളത് മാത്രമല്ല, കേരളത്തോട് പകയാണ്. 1957 ഇന്ത്യയിൽ ആദ്യമായി ഭൂപരിഷ്കരണ നടപടികൾ കേരളത്തിലാണ് തുടക്കം കുറിച്ചത്. പിന്നീടാണ് ജമ്മു കാശ്മീരിൽ നിലവിൽ വന്നത്. മുദ്രാവാക്യം കോൺഗ്രസിൻ്റേതായിരുന്നു എന്നുള്ളത് ശരിയാണ്. ആ ഗവൺമെൻറ് കാലാവധി പൂർത്തിയാക്കാതെ പിരിച്ചുവിടപ്പെട്ടതിൻ്റെ അടക്കം ഒരു കാരണം ആ ഭൂപരിഷ്കരണ നടപടികളാണ്. 1967 വരെ 10ാം ക്ലാസ് വരെ പഠിക്കുന്നവർക്ക് വാസ്തവത്തിൽ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ അന്ന് ഫീസ് കൊടുക്കേണ്ടതായിട്ടുള്ളൊരവസ്ഥയും, അങ്ങനെ ഫീസ് കൊടുക്കാൻ ഒരു ദിവസം വൈകിയാൽ 25 നയാ പൈസ അതിന് പിഴ കൊടുക്കേണ്ടതായിട്ടുള്ളൊരു കാര്യം 67 EMS ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ആദ്യമായി എടുത്തു മാറ്റിയത്. നമ്മൾ അടിസ്ഥാനപരമായി ഇത്തരം പല കാര്യങ്ങളിൽ നമ്മൾ നേടിയിട്ടുള്ളതായി ആ നേട്ടങ്ങൾ കോട്ടങ്ങളുടെ പട്ടികയിലേക്ക് പെടുത്തരുത് എന്നുള്ളതാണ്. കേരളം ഇന്ത്യ എന്ന ഈ ഉപഭൂഖണ്ഡത്തിൽ, ഇന്ത്യ എന്ന രാഷ്ട്രത്തിൽ ഇത് പുറംപോക്കിലെ അവറാനല്ല. കേരളം മുട്ടിലിഴയാനുള്ളവരുടെ നാടല്ല. കേരളം നെഞ്ചു വിരിച്ച് ചോദിക്കുന്നത് കേരളത്തിൻ്റെ അവകാശമാണ്, കേരളത്തിൻ്റെ വിഹിതമാണ്, അതാണ് ചോദിക്കുന്നത്. തീർച്ചയായും.